നമസ്കാരം, ബോബി ചെമ്മണ്ണൂർ സ്നേക്ക് മാസ്റ്ററിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളവും ലോകത്തിന്റെ എല്ലാ കോണുകളിലും ആരാധകരുള്ള, അതിലേറെ പാമ്പിനെ പിടിക്കാൻ ജനങ്ങൾ വിളിക്കുകയും ചെയ്യുന്ന മലയാളികളുടെ പ്രിയങ്കരനായ നമ്മുടെ സ്വന്തം വാവാ സുരേഷ് ഈ മേഖലയിലെത്തിയിട്ട് 28 വർഷം പൂർത്തിയായിരിക്കുന്നു. ഇതിനോടകം തന്നെ 52,000-ഓളം പാമ്പുകളെ പിടിച്ചു കഴിഞ്ഞു. ഇതിലേറ്റവും കൂടുതൽ തവണ പിടിച്ചത് മൂർഖനെയും അണലിയെയുമാണ്. ഇതിലെടുത്തു പറയേണ്ടത് 152 രാജവെമ്പാലകളെ പിടിച്ചു എന്നുള്ളതാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ രാജവെമ്പാലകളെ പിടിച്ച വ്യക്തി സ്നേക്ക് മാസ്റ്റർ വാവാ സുരേഷാണ്. ഏതാണ്ട് 28 വർഷമായി വാവാ സുരേഷിനെ പാമ്പ് പിടിക്കാൻ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ജനങ്ങൾ വിളിക്കാൻ തുടങ്ങിയിട്ട്. ആദ്യമൊക്കെ അടിയന്തര സാഹചര്യത്തിൽ മാത്രമായിരുന്നു പോയിരുന്നത്. ഇപ്പോൾ 24 മണിക്കൂറും ഫോൺ കോളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ വിളിക്കുമ്പോൾ പാമ്പിനെ പിടിക്കാൻ എത്തുന്നത് പ്രതിഫലം മോഹിച്ചല്ല, ജനോപകാരപ്രദമായ സേവനമായാണ് അദ്ദേഹം ഇതിനെ കാണുന്നത്. 19,000-ഓളം പാമ്പിൻ മുട്ടകൾ വീട്ടിൽ വിരിയിച്ച് കാട്ടിൽ വിട്ടതിന്റെ റെക്കോർഡും വാവയ്ക്ക് സ്വന്തം. 28 വർഷത്തിനിടെ 3,780 തവണ വെനമുള്ളതും ഇല്ലാത്തതുമായ പാമ്പിന്റെ കടിയേറ്റിട്ടുണ്ട് വാവയ്ക്ക്. ആദ്യത്തെ കടി മൂർഖൻ പാമ്പിൽ നിന്നാണ് കിട്ടിയത്. 10 തവണ അത്യാസന്ന നിലയിലായി, 2 തവണ വെന്റിലേറ്ററിൽ. ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായി സ്കൂളുകളിൽ പാമ്പുകളെക്കുറിച്ചുള്ള അവയർനെസ് ക്ലാസ് തുടങ്ങിയതും വാവാ സുരേഷാണ്. ദാരിദ്ര്യത്തിൽ നിന്നും വളർന്നതുകൊണ്ടാകണം ഈ മേഖലയിൽ വന്നതിന് ശേഷം ഒട്ടനവധി നല്ല കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യുവാൻ വാവാ സുരേഷിന് കഴിഞ്ഞു. അതിനുവേണ്ട പണം സമ്പാദിക്കുന്നത് അവാർഡുകളിലൂടെ ലഭിക്കുന്ന പണവും പാമ്പിനെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസുകളും എടുത്തിട്ടാണ്. RCCയിൽ രോഗബാധിതരായി എത്തിയ പാവപ്പെട്ടവർക്ക് ഇതുവരെ 1.5 കോടിയിലേറെ രൂപ പിരിച്ചു കൊടുത്തിട്ടുണ്ട് വാവാ സുരേഷ്. അതുപോലെ തന്നെ സമൂഹത്തിലെ പാവപ്പെട്ടവർക്ക് കല്യാണ സഹായവും, കാൽ നഷ്ടപ്പെട്ടവർക്ക് കൃത്രിമ കാൽ നൽകിയും, ഭക്ഷണ കിറ്റുകൾ വിതരണം ചെയ്തും, വീട് വയ്ക്കാനുള്ള സാമ്പത്തിക സഹായം നൽകിയും, നിർധനരായ ഒരുപാട് പേർക്ക് പലതരത്തിൽ സഹായം ചെയ്തും വരികയാണ് വാവാ സുരേഷ്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, അച്ഛനമ്മമാർ നഷ്ടപ്പെട്ട എയ്ഡ്സ് ബാധിച്ച 3 കുട്ടികൾക്കായുള്ള പഠന സഹായവും ചെയ്യുന്നു എന്നുള്ളതാണ്. നിരവധി തവണ പാമ്പുകളിൽ നിന്നും കടിയേറ്റിട്ടും അതൊന്നും വകവയ്ക്കാതെ സ്വന്തം ജീവൻ പണയപ്പെടുത്തി വാവ നമുക്കൊപ്പമുണ്ട്, മനുഷ്യരുടെ രക്ഷകനായും പാമ്പുകളുടെ തോഴനായും. മലയാളം ടെലിവിഷൻ ചരിത്രത്തിൽ സാഹസികതയ്ക്കും വിജ്ഞാനത്തിനും പ്രാധാന്യം നൽകി കോമഡി TV ആരംഭിച്ച ജനപ്രിയ പരിപാടി സ്നേക്ക് മാസ്റ്റർ. സ്നേക്ക് മാസ്റ്ററിനെ മലയാളത്തിലെ നമ്പർ 1 പ്രോഗ്രാമാക്കി മാറ്റിയ പ്രേക്ഷകർ ഓരോരുത്തർക്കും ഈ സന്ദർഭത്തിൽ സ്നേക്ക് മാസ്റ്റർ ടീമിന്റെ നന്ദി അറിയിക്കുന്നു. ഓരോ എപ്പിസോഡിലും റിയൽ ടൈം സ്റ്റോറികളുമായാണ് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിയിരുന്നത്. പാമ്പുകളുടെ ജീവിത രീതിയും മനുഷ്യർക്കുള്ള അപകട സാധ്യതകളും മുൻകരുതലുകളും മനസ്സിലാക്കി തരുന്ന ഈ പരിസ്ഥിതി സൗഹൃദ പരിപാടി കോമഡി TVക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. സ്നേക്ക് മാസ്റ്ററിന്റെ 2018 മികച്ച സാഹസിക കാഴ്ചകൾ ഉൾപ്പെടുത്തിയ പ്രത്യേക എപ്പിസോഡ് ബെസ്റ്റ് ഓഫ് സ്നേക്ക് മാസ്റ്റർ 2018. കല്ലുണ്ണി വരിക എന്നുള്ളത് പഴവുണ്ണിയല്ല, കല്ലുണ്ണി എന്ന് പറയുന്നത് പഴവുണ്ണിയെ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിനെ കണ്ടു എന്ന് പറഞ്ഞാൽ അദ്ദേഹം അങ്ങനെ ആ ഒരു വീട്ടിൽ റൂമിനകത്ത് ഒരു പെട്ടിക്കകത്ത് കുഞ്ഞുങ്ങളായിട്ട് ഇരിക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞവർ വിളിച്ച് 3, 4, 5 എണ്ണമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. എന്തായാലും നമുക്ക് നോക്കാം നമ്മുടെ അതിഥി ആരാണെന്ന്. പെണ്ണാണ്. ഇദ്ദേഹം പാൽ കൊടുക്കാനായിട്ട് കുഞ്ഞുങ്ങളെടുത്ത് ഉണ്ടായിരുന്നു. ഇതിനകത്ത് കുഞ്ഞുങ്ങളുണ്ടെന്ന് പറയുന്നു, ആ ബോക്സിനകത്ത് ഉണ്ടെന്ന് അവർ പറയുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും ഇദ്ദേഹത്തെ കൂട്ടിൽ കയറ്റാൻ ശ്രമിക്കുകയാണ്. കൂട്ടി കയറ്റിയതിന് ശേഷം നമുക്ക് അതിൻ്റെ കുഞ്ഞുങ്ങളുണ്ടെന്ന് പറയുന്നവർ ഞാൻ കണ്ടില്ല.
പറയുന്നത് അവർ ഇതിനകത്ത് കുഞ്ഞന്മാരെ കണ്ടുവന്നു. മൂന്ന് കുഞ്ഞന്മാർ, തീരെ കുഞ്ഞന്മാരല്ല, ഓട്ടപ്പരമായ കുഞ്ഞ്. പക്ഷേ ഇവരെ കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ കാട്ടി വിടണമെങ്കിൽ തന്നെ തള്ള പഴവുണ്ണിയെ വിടുമ്പോൾ അതിനോടൊപ്പം തന്നെ ഏതെങ്കിലും മരപ്പൊത്തിനകത്ത് തള്ളയെ കയറ്റി വിട്ടിട്ട് ആ പൊത്തിനകത്ത് തന്നെ കുഞ്ഞുങ്ങളെയും കൂടി വെച്ചില്ല എങ്കിൽ ഇവ രക്ഷപ്പെടുകയില്ല. പതുക്കെ എടുക്കുക, ഇങ്ങനെ വീണ്ടും ദേഹത്ത് വെക്കുക. അപ്പോഴും ചിലപ്പോൾ കടിക്കാൻ സാധ്യതയുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇതും അങ്ങനെ നമ്മൾ 3 പേരെ എടുത്തു. ഒരു നായ്ക്കുട്ടിയെ പിടിച്ചിരിക്കുന്നു പറഞ്ഞാൽ നമ്മുടെ ഓഫീസിൽ പറഞ്ഞത്, പക്ഷേ നായ്ക്കുട്ടി ആവാൻ സാധ്യത, മിക്കവാറും പെരുമ്പാമ്പാവാൻ സാധ്യത കൂടുതലാണ്. എന്നാലും നമ്മൾ സമയം കളയുന്നില്ല, നമുക്ക് പോകാം. സാർ അതോ അങ്ങ് പോകണോ അല്ലേ? അയ്യോ അതൊരു പണിയാ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അതിഥിയെ കാണാം. ഇരുട്ടാണ്, പക്ഷേ കുഞ്ഞല്ല, ഇതിനെ പോയി അങ്ങോട്ട് പോയി പിടിക്കുക റിസ്ക് ആണ്. കാരണം റിസ്ക് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇരുട്ടാണ്, നമുക്ക് നടന്നു പോകാൻ കഴിയില്ല. ഈ സ്ലാബിൻ്റെ അടിയൊക്കെ കൂടെ പോയി പിടിക്കുക പാടാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ഇദ്ദേഹത്തെ ഓടിച്ച് റോഡിൽ കയറാനേ കഴിയത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഒത്തിരി ഉള്ളിലേക്കാണ്ട് തോട്ട വെച്ച് അങ്ങോട്ട് വലിച്ചു കൊണ്ടുപോകാൻ ശ്രമത്തിലാണ്. ഏകദേശം 9-10 വയസ്സോളം പ്രായമുള്ള, പക്ഷേ തല കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നുക ഇത് മെയിൽ അഥവാ ആൺ പാമ്പാണ്. പക്ഷെ അല്ല, ഇത് പെണ്ണ്. കുടിക്കാൻ വെള്ളം കൊടുക്കാൻ ശ്രമിക്കുകയാണ് നമ്മൾ. അദ്ദേഹത്തിൻ്റെ നോക്കുക, കുടിക്കുന്ന നമുക്ക് കാണാം. നോക്കുക, കവിള് വീർപ്പിക്കുന്നു, കുടിക്കുന്നു. അതിന് വെള്ളം അനിവാര്യമാണ്, ആവശ്യമാണ്. ഇതെവിടെയാണ് കണ്ടത്? ഈ ഓക്കെ ഓക്കെ, നിങ്ങൾ കണ്ടായിരുന്നു അല്ലേ?
മൂർഖനൊന്നുമല്ല. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം തോണ്ടി നോക്കി അത് മൂർഖൻ പാമ്പാണെന്ന് ഉറപ്പ് വരുത്തി എന്ന് പറഞ്ഞു. പക്ഷേ ഇത് നമ്മുടെ പ്രേക്ഷകർക്ക് കാണാം, പാമ്പല്ല, മൂർഖനൊന്നുമല്ല, നീർക്കോലി. വെള്ളത്തിൽ ജീവിക്കുന്ന നീർക്കോലി എന്നറിയപ്പെടുന്ന, പുളവൻ എന്നറിയപ്പെടുന്ന അതിഥിയാണ്. എനിക്ക് തോന്നുന്നത് അത് എന്താണ് ഇവിടെ ചുറ്റിയിരിക്കുന്നത് എനിക്ക് പിടികിട്ടുന്നില്ല. എനിക്ക് തോന്നുന്നു ഇനി മുട്ട ഉണ്ടോയെന്നറിയില്ല. അതേ ഇനി മുട്ടയിടാൻ വേണ്ടി കയറിയതാണോ? അതേ നമ്മളെന്തായാലും കുറച്ച് മുട്ട, അതായത് നീർക്കോലിയുടെ മുട്ട അതിനകത്ത് കാണുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് മണ്ണ് മാറ്റി അദ്ദേഹത്തെ കൂടെ ഒന്ന് പുറത്തെടുക്കാം. കാണാം ഈ അടുക്കള, ഈ വർക്ക് ഏരിയയിൽ സ്ലാബിൻ്റെ അടിയിൽ തൊണ്ട് കളഞ്ഞ കുറച്ച് തേങ്ങ ഇടപ്പുണ്ട്. ആ തേങ്ങയുടെ ഒന്നുകൂടെ തേങ്ങയുടെ മറവിൽ അങ്ങനെ അദ്ദേഹം ഇരിപ്പുണ്ട്. നമുക്ക് കാണാം അദ്ദേഹത്തെ. നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നമ്മൾ ഇതിൻ്റെ പല്ലും വെനമൊക്കെ ഒന്ന് നോക്കും. നല്ല ഇദ്ദേഹത്തിൻ്റെ ആ വെനത്തിൻ്റെ ക്വാണ്ടിറ്റി, കളറ് നോക്കണം. നോക്കും, നല്ല നീളമുള്ള പല്ല്, വെനം ഇതാണ്, ഗോൾഡൻ യെല്ലോയാണ് വെനം. നോക്കുക, ഇത് സാറിന് ഞാൻ കളയാറില്ല, കഴിക്കണം. പക്ഷേ ഒരാഴ്ച കൊണ്ട് തൊണ്ടവേനയും ചുമയും പനിയൊക്കെ ആയതുകൊണ്ടാണ് കഴിക്കാൻ മുതിരാത്തത്. നോക്കുക, കാരണം ഇന്നലെ ഞാൻ നമ്മുടെ എപ്പിസോഡിൽ വെനം കഴിക്കുന്നത് നമ്മൾ ഒത്തിരി പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങൾ ഒരിക്കലും അനുകരിക്കാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾ ബ്രഷ് ചെയ്യുന്നവരാണ്. ബ്രഷ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചെറിയ മുറിവുണ്ടാവാം. അപ്പോൾ അതുവഴി ഇത് കടന്നു പോകാം, ബ്ലഡിൽ കൂടി കടന്നു പോകാം. ചിലപ്പോൾ നമുക്കറിയാം, നമ്മൾ ഇൻറ്റേർണൽ ഇഞ്ചുറി അല്ലെങ്കിൽ നമ്മുടെ വയറ്റിനകത്തോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെറിയ അൾസറോ ഒക്കെയുള്ള പൈൽസൊക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ മുറിവുണ്ടാവാം. ആ സമയത്തൊക്കെ ഇത് വയറ്റിലേക്ക് പോകുന്ന അപകടമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ അനുകരിക്കാൻ ശ്രമിക്കരുത്. ഇപ്പോൾ എന്നെപ്പോലുള്ളവർ ചിലപ്പോൾ ആൻറ്റിബോഡി ഉള്ളതുകൊണ്ട് എന്നെപ്പോലുള്ളവർ ഇത് കഴിച്ചു എന്ന് വേറെ കുഴപ്പമില്ല. എന്തായാലും നമ്മുടെ പ്രേക്ഷകരൊന്ന് കണ്ടുവെക്കുക. താഴെ കാപ്പിയിലാണ് ആദ്യം ഇദ്ദേഹത്തെ കണ്ടു എന്ന് പറഞ്ഞാൽ, ഇവിടുന്ന് മാഡം വിളിച്ച സമയത്ത് കാപ്പിയിലാണെന്ന് പറഞ്ഞാൽ, അത് കഴിഞ്ഞത് കുറച്ച് മേലെ. എനിക്ക് തോന്നുന്നു ആൾക്കാർ കൂടുന്ന സമയത്ത് സാറിന് മേളിലേക്ക് പോകുന്നത് കിങ് കോബ്രയുടെ ഒരു പ്രത്യേകത, ഒരു വിനോദം തന്നെയാണ്. നമ്മളെന്തായാലും ഒരു തോട്ട ഉപയോഗിച്ച് ഇദ്ദേഹത്തെ താഴേക്ക് വലിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. നമുക്ക് കാണാം കുറേ കുഞ്ഞു മൂർഖന്മാരെയും ഒരു കുഞ്ഞൻ അതിഥിയും. എനിക്ക് തോന്നുന്നത് ഇവരെല്ലാം അങ്ങനെ ആടി നിൽക്കുക, നല്ല സ്മാർട്ടായിട്ട്. എന്തായാലും ഞാൻ അധികം ശല്യപ്പെടുത്തുന്നില്ല. നമ്മുടെ അതിൽ 9 ഒരാൾ പോകുന്നുണ്ട്.
ഇദ്ദേഹം പെണ്ണാണ്. ഏകദേശം 8 അടിയോളം നീളമുണ്ട്. 2 വയസ്സോളം പ്രായമുള്ള ഒരു അതിഥിയാണ്. എന്താണ് നമ്മുടെ ഈ അതിഥിയുടെ ഇങ്ങനെ ഒരു ബൈറ്റ് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഇദ്ദേഹം പോകാനുള്ള ശ്രമത്തിലാണ്. നമുക്ക് കാണാം. ഈ പശ വെച്ചത് എലിയെ പിടിക്കാൻ പറ്റില്ല. പക്ഷേ എലിയെ പിടിക്കാൻ വെച്ച കെണിയിൽ അകപ്പെട്ടത് സാധുവായ പാമ്പാണ്. യഥാർത്ഥത്തിൽ ഇത് എനിക്ക് തോന്നുന്നത് പെറ്റ്സ് കൺട്രോളിൻ്റെ കൂടെ പറയാനുള്ളൊരു കാര്യം, ഇങ്ങനെയുള്ള സാധനങ്ങൾ നിങ്ങൾ യഥാർത്ഥത്തിൽ വെക്കാതിരിക്കണം. കാരണം ഇങ്ങനെ ഒരു ജീവിയെ പിടിച്ചിട്ട് അത് അതിലിരുന്ന് എന്താ പറയുക, നരകിച്ച് മരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഇതിനെ രക്ഷിക്കാനുള്ള ശ്രമമാണ്. അതിൽ എണ്ണ എന്തെങ്കിലും ഒഴിച്ച് വേണം ഇതിൽ നിന്ന് തന്നെ റിലീസ് ചെയ്യും. ഒരു സമയമെടുക്കും. നമ്മൾ ഉടനെ പറിച്ചെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സ്കിന്നെല്ലാം കൂടെ പറഞ്ഞു പോരും. എണ്ണ കുറേ ദിവസം കൊടുത്തതിന് ശേഷം മാത്രമേ അദ്ദേഹത്തെ നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. എണ്ണ ഒഴിച്ചു കൊടുത്താൽ താനയങ്ങൾ കുറേ കഴിയുമ്പോൾ താനയങ്ങൾ വരും. ഇനി കുറച്ച് കഴിഞ്ഞിട്ടൊരു മൂവ് ചെയ്യാനായിട്ടൊരു അല്പം ബുദ്ധിമുട്ടുണ്ടാവും. തിരുനെൽവേലി ജില്ലയിൽ കൂന്തംകുളം എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടെ ഒട്ടനവധി ബേഡ്സിൻ്റെ സങ്കേതമാണ്. ഇവിടെ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ്. അപ്പോൾ ഇവിടെ ഒട്ടനവധി ഒരു വർഷം ശരാശരി വർഷത്തിൽ 1 ലക്ഷത്തിലേറെ ബേഡ്സുകൾ ഇവിടെ എത്തി മുട്ടയിട്ട് കുഞ്ഞു വിരിച്ച് പോകുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇതിൻ്റെ പേര് പെലിക്കൻ എന്നാണ്. ഇവിടെ ഫൈറ്റ് ചെയ്യുന്ന ഭക്ഷണത്തിന് വേണ്ടിയാണ്. ദേശാടന പക്ഷികൾ മുട്ടയിട്ട് പെട്ടെന്നായിരുന്നു മുട്ട സീസൺ കഴിഞ്ഞപ്പോൾ വെള്ളം പെട്ടെന്ന് വറ്റുകയായിരുന്നു. ഉറവ് പറ്റുക, ഡാമിൽ വെള്ളം ഇല്ലാതായപ്പോൾ വെള്ളത്തിൻ്റെ ഷോർട്ടേജ് ഉണ്ടായി. ആ സമയത്ത് പക്ഷികളൊക്കെ മുട്ട നിക്ഷേപിച്ച്, കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ച് അല്ലെങ്കിൽ ഉപേക്ഷിച്ച് മടങ്ങിപ്പോവുകയുണ്ടായി. അങ്ങനെ മടങ്ങിപ്പോയ പക്ഷിയുടെ അല്ലെങ്കിൽ പെലിക്കൻ്റെ 2 കുഞ്ഞുങ്ങൾ പറയണ്ട ആ സൈഡിൽ പാറയുടെ ചരിവുണ്ടോ? അല്ല അതാ അതിൻ്റെ മോശം കണ്ട കറുത്ത വെള്ളക്കളർ മോശം. അതെ, ഓക്കെ. നമ്മൾ അതിൻ്റെ നമ്മൾ നോക്കിയിരിക്കുന്നത് നമ്മൾ കണ്ടു എന്ന് പറഞ്ഞു കേട്ടോ. പകല് കാഴ്ചയില്ലല്ലോ. പകല കണ്ണു തിരിയാതെ പക്ഷിയെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു ഇവിടെ നെസ്റ്റിങ്ങിൻ്റെ ഒരു ഏരിയ ആണ്. ഒന്നെങ്കിലും കാണാൻ കഴിയും. നമുക്ക് കാണാം, നമ്മുടെ പ്രേക്ഷകർക്ക് ഇതാ മണ്ണിൽ ചെറിയൊരു വൃത്തത്തിൽ എന്താ അടിപൊളിയായിരിക്കും എന്താ പറയുക, തിരിച്ചറിയാൻ കഴിയുന്നില്ല. മണ്ണും എന്തായാലും വളരെ സന്തോഷം. പുള്ളിയുടെ കണക്കുകൂട്ടൽ സൂപ്പർ വളരെ സൂപ്പർ. കാരണം നമുക്ക് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് അത്രയ്ക്കാണ്. നമുക്ക് ആ ചെറിയൊരു വൃത്തത്തിൽ മുട്ട, 2 ചെറിയ മുട്ട. അദ്ദേഹം പറയുന്നത് ഇനിയും ഒരു 10 ദിവസമെങ്കിലും കഴിഞ്ഞ് നമുക്ക് കാണാം, നമ്മുടെ പ്രേക്ഷകർ കാണാം. ആ കളർ നോക്കാം. ആ ഒരു നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ സാറിന് മൈനയുടെയൊക്കെ മുട്ടയുടെ അദ്ദേഹത്തെ നീലൊരു ചെറിയ ഡോട്ട്. പക്ഷേ ഇതങ്ങനെ ഇത് ഒരു എന്താ പറയുക ആഷ് കളറിൽ ബ്ലാക്കും ബ്രൗണും കൂടി മിക്സ് ആയിട്ടുള്ളൊരു ഡോട്ടാണ് കാണുന്നത്.